കൊടിപാറുന്ന പോരാട്ടം നടക്കുന്ന തിരൂർ നിയോജക മണ്ഡലം ആർക്കൊപ്പമെന്ന് ജനങ്ങൾ പറയുന്നു. ന്യൂസ് 99 ഇന്നുള്ളത് വെട്ടം പഞ്ചായത്തിലാണ്. ജനങ്ങളോട് ചോദിച്ചു പോകാം. ഇവിടെ നിലവിലിപ്പോൾ ഒരു 10 വർഷത്തെ ഭരണം സംതൃപ്തിയില്ലാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ അതിനെതിരെയുള്ളൊരു വോട്ടുണ്ടാവും. പിന്നെ നമ്മൾ കാണുന്ന കാര്യങ്ങളല്ലേ, ഈ ശബരിമലയിലടക്കമുള്ള കൊള്ളകളും ഇവരുടെ കാട്ടിക്കൂട്ടലുകളൊക്കെ, അതിനെതിരെ എന്തായാലും ജനം പ്രതികരിക്കുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഓപ്പോസിറ്റുള്ള UDF ആണല്ലോ, സ്വാഭാവികമായിട്ടും ആ ഒരു മുന്നേറ്റം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളൊരു സപ്പോർട്ട് അങ്ങോട്ടാണ് ചെയ്യാം. MLA എന്ന് പറയുമ്പോൾ ഒരു പ്രതിപക്ഷ MLA എങ്ങനെയൊക്കെ ലോക്കാക്കാൻ പറ്റും, അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും ലോക്കാക്കുമല്ലോ ഭരണകർത്താക്കൾ. അപ്പോൾ അവർക്ക് ഫണ്ട് കൊടുക്കാതെ അവർ പറഞ്ഞ വികസനങ്ങളിൽ സമ്മതിക്കാതൊക്കെ ചെയ്യുമല്ലോ. സ്വാഭാവികമായിട്ടും അത് കുറേ ഉണ്ടെങ്കിലും MLAയുടെ ഒരു പരിമിതികളിൽ നിന്ന് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളിവിടെ തീരദേശങ്ങൾ, കോളേജുകൾ, സ്കൂളുകൾ, എൻ്റെ വാർഡുകളിലെ വെട്ടം ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ ബോർഡ് 300 കോടി രൂപയുടെ വികസനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും MLA പെർഫെക്റ്റ് ആണ്. പിന്നെ MLA അതിനപ്പുറത്തേക്ക് മൂപ്പര് ഒരു പെർഫെക്റ്റ് പേഴ്സണാലിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു വ്യക്തിശുദ്ധിയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അതൊക്കെ അംഗീകരിക്കുമ്പോൾ നമുക്ക് UDFനെ സപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തോന്നുന്നത്. നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നു. ഇലക്ഷനും കാര്യങ്ങളൊക്കെയാണ്, നല്ല ചൂടിലാണ് ഇപ്പോൾ ഇലക്ഷനും കാര്യങ്ങളൊക്കെ. നിലവിലിപ്പോൾ ഇവിടെ ഞാനൊരു ലീഗുകാരനാണ്. ലീഗുകാരൻ എന്ന് വെച്ചാൽ കുറുക്കോളിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വ്യക്തിത്വമാണ്. ഒരു ജാതിയോ മതമോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിന് മുകളിലേക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു വികസനം എങ്ങനെ ചെയ്യണം, എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ 10 കൊല്ലക്കാലം ഭരണം നടത്തിയത് CPM ആണ്. CPM ഭരണകാലം എന്താണ് ഇവിടെ നാടിന് കൊടുത്തതും ചെയ്തതും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എല്ലാ മേഖലകളിലും അതിൻ്റേതായ പ്രതിസന്ധികളും കാര്യങ്ങളിലും. ഞാനൊരു ഓടിക്കുന്ന ഓട്ടോക്കാരനാണ്. നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ വെറുതെ പൈസ വാങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സാധാരണക്കാരായ ഓട്ടോ ഓടിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവിച്ചു പോകും. അപ്പം ഞങ്ങൾ അവസ്ഥ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ പറയാതിരിക്കണമാണ്. UDF ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ UDF വന്നതിലെ കുറേ മാറ്റങ്ങൾ വരാണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരാണ്ട്. അപ്പോൾ അതുകൊണ്ട് UDF വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. UDF വരണം എന്നുള്ള ഒരാഗ്രഹമാണ് ഉള്ളത്. നല്ല ഭരണമായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം കുറുക്കോൾ സാഹിബ് തന്നെ വരും, വീണ്ടും വിജയിക്കണം ആഗ്രഹിക്കുന്നുണ്ട്. വിജയിക്കും. നല്ലൊരു ഭരണമായിരുന്നു ആൾ കാഴ്ചവെച്ചത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭരണം നമ്മളെ കയ്യിലില്ലാത്ത UDFൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് കുറേ വികസനങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം UDFന് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് വികസനങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സുഖമാണ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ പോകുന്നു. ഭരണം ക്ലിയറായില്ലേ? മാറ്റം വേണ്ടേ? 10 കൊല്ലമായില്ലേ? ഒരു മാറ്റം ആവശ്യമാണ്, അനിവാര്യമാണ്. MLA കുഴപ്പമൊന്നുമില്ല. ആരായാലും നല്ല ആളുകൾ വരണം എന്നുള്ളതാണ്. നാടിനെ സേവിക്കുന്ന ആളുകൾ, കൂടുതൽ ചെയ്യാൻ പറ്റുന്നവർ, നാട്ടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നവർ വരണം എന്നുള്ള അഭിപ്രായം. പുള്ളി പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ട് നാട്ടിൽ. സുഖമാണ്. അതിപ്പോൾ ഈ കുറുക്കോളി അല്ലാതെ പോയി ജയിക്കണം. കാരണം അത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് പല ഞങ്ങൾക്കിവിടെ പാലം, ഈ സ്പോട്ട് ലൈറ്റ്, റെപ്രസെൻ്റ് റോഡ്, ഇത്രയും കാര്യങ്ങൾ. മലയാളം സർവ്വസാരൊക്കെ ഒരു ബസ്, ഇതുവരെ ബസ്സിൽ ചെയ്യുന്നത് അമാതിരി TMG കോളേജിൽ അതിമനോഹര ബിൽഡിങ്, ഇതൊക്കെ ഉണ്ടാക്കിയത് കുറുക്കോളിയാണ്. തീർച്ചയായും കുറുക്കോളി വരണം, UDF അധികാരത്തിൽ വരണം. സാധാരണഗതിയിൽ ഭരണം മോശമാണ്. അതുകൊണ്ടാണ് പിന്നെ UDF അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞത്. കാരണം വൺ സൈഡാണ്. പാർട്ടി ഫണ്ട് വളർത്തല്ലാതെ ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇയാൾ ജയിക്കണം നിങ്ങൾ പറയാൻ കാരണം. നമുക്ക് ഏത് ഗവൺമെൻറ് ആയാലും നമ്മൾ നാട്ടിന് ഉപകാരപ്രദമാണ്, ജനങ്ങൾക്ക് നല്ല കാര്യം ചെയ്യണം. സാധാരണ രീതിയിൽ ഇടതുപക്ഷം
പ്രതിപക്ഷം തിരിക്കണം, UDF അധികാരത്തിൽ അപ്പോൾ ഭരണം നന്നാവും. കാരണം അവരെങ്കിലൊക്കെ കുറച്ചുണ്ടാക്കും. ഇവർ നല്ലാൽ ഇതിനൊക്കെ ഇവർക്ക് സമയമില്ല. മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. UDF അധികാരത്തിൽ വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിലവിലെ ഭരണം എന്ന് വെച്ചാൽ ഒരു പ്രതിപക്ഷ MLA ആണ്. അപ്പോൾ അതിൻ്റെതായുള്ളൊരു പരിധിക്കുള്ളിൽ അയാളെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മണ്ഡലത്തിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രി എന്ന നിലയ്ക്ക് അയാൾക്കൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഭരണം ഉണ്ടായിരുന്നു, ഇവിടെ മറ്റേ സ്റ്റേഡിയം ഉണ്ട്, നന്നാക്കുക, സ്പോർട്സ് മന്ത്രിയായിരുന്നു, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. അത് മന്ത്രി നിലയ്ക്ക് അയാൾക്ക് ഇനി വേണം ഇവിടെ മത്സരിക്കണമെങ്കിൽ അത് പറയാമായിരുന്നു എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ. പിന്നെ വന്നിട്ട് ഞങ്ങൾ വികസനം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മൂപ്പർക്ക് നല്ലൊരു ചാൻസ് കിട്ടി. അപ്പുറത്തെ താനൂര് MLA ആണെങ്കിലും മൂപ്പര് തിരൂരുകാരനായിരുന്നു. അപ്പോൾ അയാൾക്ക് എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. നിലവിലെ ഭരണം കുഴപ്പമൊന്നുമില്ല. ഇവിടെ പുരോഗമനമൊക്കെ കുറവാണ്. ആര് വന്നാലും നാട്ടിൽ പുരോഗമനം ഉണ്ടായാൽ മതി, അത്രയാണ് നമ്മളെ ആഗ്രഹം. രാഷ്ട്രീയം പറയാൻ പാടില്ല, ഇതൊക്കെ ചാനലിൽ കാണുന്നതല്ലേ. MLA പോരാ, മാറ്റമെന്നല്ല, പക്ഷെ കഴിവ് കുറവുണ്ട് കുറച്ച്. അയാൾ നല്ല വ്യക്തിയാണ്, കുഴപ്പമൊന്നുമില്ല. മാറ്റങ്ങൾ ഇനിയിപ്പോൾ ഇങ്ങനെ ജനങ്ങളെടുത്ത് കിടക്കുന്നത് നമുക്കൊന്നും ഇപ്പോൾ രണ്ടും കണക്കാവും. അബ്ദുറഹ്മാൻ അതിനെ കുറിച്ച് കഴിവൊക്കെ ഉള്ള വ്യക്തി തന്നെയാണ്, അത് ഇല്ലയെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അയാൾക്ക് എല്ലാറ്റിനും എടുത്ത് ഇപ്പോൾ താനൂരൊക്കെ അയാൾ വികസിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ മാതിരിയല്ല എന്തായാലും. മാറേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടാവും, മീഡിയക്കാർക്ക് തോന്നുന്നുണ്ടാവും. കാരണം വികസനം ഇല്ല എന്ന് പിന്നെ നിങ്ങളെ മീഡിയക്കാർക്ക് തോന്നുന്നുണ്ടോ? ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ ഒരു 10 കൊല്ലമായിട്ട് നല്ല വികസനം തന്നെ, എവിടെയും വികസനത്തിന് കുറവും വന്നിട്ടില്ല. ഇല്ല, അത് പിന്നെ ഒരു മണ്ഡലത്തിലല്ല, മിക്ക മണ്ഡലത്തിലും. അതിൽ കുറവുള്ള മണ്ഡലം തിരൂർ മാത്രമേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് പിന്നെ നമ്മുടെ കോട്ടയ്ക്കൽ മണ്ഡലം മുസ്ലിം ലീഗെല്ലാം ഒരിക്കലും നല്ല വികസനമുള്ള നടന്നിട്ടുള്ളത്. ബഷീറിൻ്റെ മണ്ഡലത്തിൽ നല്ല വികസനമുള്ള അയാൾ തന്നെയാണ് പറഞ്ഞത് 2000 കോടി ഉറുപ്പിൻ്റെ വികസനം നടന്നിട്ടുണ്ട്. ഈ മണ്ഡലത്തിനെ സംബന്ധിച്ചിട്ട് വികസനം ഇവിടെ കുറവ്. ഇവിടെ അബ്ദുൽ സഖാബിന് ശേഷം വികസനം തന്നെ ഇല്ല, കുറവ് തന്നെയാണ്. നടന്നിട്ടില്ല എന്നല്ല പറഞ്ഞത്, വികസനം ഏറ്റവും കുറവുള്ള മണ്ഡലം തിരൂർ തന്നെ. തിരൂരിൽ മാറ്റം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഭരണവികാരം ഇല്ലല്ലോ, നിലവിലുണ്ടെന്ന് തോന്നുന്നു. ഭരണവികാരം നിലവിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ ഭരണവികാരം നിലവിലില്ല. ഇല്ല, കാരണം ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, വികസന പ്രവർത്തനം നടക്കുന്നുണ്ട്. മറ്റൊരാൾ ആരെങ്കിലും ഒരാൾ വിജയിക്കും. അല്ലാതെ UDFിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. കാരണം ആരെങ്കിലും ഒരു എതിരാളി ഉണ്ടെങ്കിൽ ആ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ജയിക്കും അല്ലേ? അങ്ങനത്തെ ഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഒന്നാണ്ട് വളരെ മോശമാണ്. ജനങ്ങൾ പൊറുതി കൂട്ടിപ്പോയി. ഭരണം ഒരു മാറ്റം അത്യാവശ്യമാണ്. അതായത് ഇനി ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ തമ്മിൽ കടിപിടി വിടേണ്ടി വരും. ആ സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ പൊതുവെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭരണമാറ്റം വേണം. അല്ല, ഇനി ഒരു 5 കൊല്ലം കൂടെ ഇവർ വരികയാണെങ്കിൽ ഇവർ തോന്നിയ മാതിരി ചെയ്യുന്നുള്ള ഉറപ്പാണത്. വരരുത് അങ്ങനെ. 5 കൊല്ലം ഭരിച്ചാൽ പിന്നെ വേറെ ഇടതുപക്ഷം ഭരിച്ചാൽ പിന്നെ UDF വരും. അങ്ങനെ മാറ്റം വരണം. ഇപ്പം ജനങ്ങൾക്ക് ഒരു മാറ്റം പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ട് വേണം. സുഖമാണ്. നിലവിലെ ഭരണം ഭയങ്കരമായ മോശമാണ്. പോരാ, തീരെ പോരാ. UDF. ഭരണം വളരെ തൃപ്തിയില്ലാത്ത ഭരണമാണ്. അതിപ്പോൾ വരാതെയാണല്ലേ വന്നിടത്തോളം സ്വർണ്ണമായിട്ടും വെള്ളിയായിട്ടും ഇനിയൊന്നും കൊണ്ടുപോകാൻ ബാക്കിയില്ലല്ലോ. അതൊക്കെ നമ്മൾ അറിയുന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു നാര്യ ഭരണം ഇങ്ങനത്തെ നാറാനില്ല. ഇവിടെ വന്നതിൽ ഇത്രയും കാലം ഭരിച്ചാൽ ഏത് ഭരണം ഭരിച്ചാലും ഇത്ര മോശപ്പെട്ടിട്ട് മറ്റൊരു ഭരണം നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ചെറുപ്പം വലിച്ച് ഇവിടെ നമ്മൾ
MLA ഭരണം എങ്ങനെയുണ്ട്? അത് ആർക്കറിയില്ല, ആർക്കും ഒരു പറയാനില്ല. ഒന്നുമില്ലെങ്കിലും ഒരു ആൾക്കൊരു അഭിപ്രായം പറയാനില്ല. ഇത് അതല്ലല്ലോ, ഭാര്യ മുണുങ്ങല്ലേ. നിലവിലെ ഭരണം എങ്ങനെയുണ്ട്? പറ്റ മോശമാണ്. ആദ്യത്തെ 5 വർഷം വിരുദ്ധം തരക്കടില്ല എന്ന് പറയാം. ഇപ്പോഴത്തെ 5 വർഷം ഇതുപോലൊരു കള്ളന്മാർ ദുനിയാവിൽ ഉണ്ടായിട്ടില്ല, ഇനി വരാതിരിക്കട്ടെ. അതോടൊപ്പം കുറുക്കോളിൻ്റെ ജയം അനിവാര്യമാകട്ടെ എന്നുള്ള പ്രാർത്ഥിക്കുന്നു. നിലവിൽ ആര് ഭരണത്തിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഞാനാ എന്തുമില്ല, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകണം. ആര് ഭരണത്തിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? UDF വരണം. UDF വരണം. ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? അതെ, പിന്നെ തുണി കണ്ടാൽ തന്നെ മനസ്സിലായി. എന്നിട്ട് അത്രത്തൊക്കെ നമ്മൾ UDF ഒന്നും. എന്താണ് വിശേഷം? സുഖമാണ്. ആര് നിലവിൽ വരണമെന്നാണ് ആർക്കും ചെയ്യില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ അത് മാത്രം ചെയ്യും. സുഖമാണ്. നിലവിൽ ആര് ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്? UDF വരണം. കാരണം 10 വർഷം കൊണ്ട് ഇവർ ഈ നാടിനാകെ കുട്ടിച്ചോറാക്കി. മനസ്സിലാക്കണം. എനിക്കിപ്പോൾ 60 വയസ്സായി. ഈ ഒരു 2010 മുതൽ പ്രവാസി ക്ഷേമനിധിയിൽ അംഗമാണ് ഞാൻ. ഒരു വർഷം 4 മാസം ഉള്ളത് കൊണ്ട് എനിക്ക് പ്രവാസി ക്ഷേമനിധി പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുക. അതൊക്കെ ഇവർ മാറിയതിന് ശേഷം ഇനി അത് തുടർന്ന് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരെ ഭരണത്തിന് അന്ത്യം കുറിക്കണം. ഇവിടെ ആര് ഭരണത്തിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? UDF. അതാണ് സന്തോഷം. പിന്നെ ഞങ്ങളെ അന്ന് 18 വയസ്സിൽ തുടങ്ങിയ വോട്ട് ചെയ്യല UDF തന്നെ. ഇവിടെ ആര് വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? തീർച്ചയായും നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവിടെ അധികാരത്തിൽ ഇതിൽ വന്നിരിക്കുന്നത് MLA നമുക്ക് കിട്ടിയെങ്കിലും നമ്മുടെ ഭരണം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ തീർച്ചയായും നമ്മുടെ വികസനം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഭരണം ഇതും നമുക്ക് കിട്ടണം. അപ്പോൾ തീർച്ചയായും നമ്മളതിന് ഒരു പുരോഗതി കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ പ്രാദേശികമായ രീതികളിലുണ്ട്. വെട്ടംചെറുപ്പ് പാലമുണ്ട്, അതേപോലെ ഒരുപാട് കാലങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് MLA തന്നെ വരണം, കുറുക്കോളി തന്നെ. നമ്മൾ തിരൂർ മണ്ഡലത്തിൽ കുറുക്കോളിനെ വീണ്ടും വരണമെന്നാണ് ആഗ്രഹം. കാരണം നല്ലൊരു വ്യക്തിയാണ്. അതുപോലെ പ്രതിപക്ഷത്തിരുന്നിട്ട് പോലും നല്ല വികസനം ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇടതുപക്ഷത്തിന് 10 കൊല്ലത്തെ ഭരണം പറ്റ പരാജയമാണ്. സാധാരണക്കാരായ ആളുകൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. സാധനങ്ങൾക്ക് ഭയങ്കര വിലയായിരുന്നു. 10 കൊല്ലം അവർ ഭരിക്കല്ല ചെയ്ത് കട്ടുമുടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ഭരണമാറ്റം എന്തായാലും വേണം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മാറും ചെയ്യും. തീർച്ചയായിട്ടും UDF വരണം. എന്നാലേ ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് ഇവിടെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. ഇവിടെ ആർബർ കാലങ്ങളായിട്ട് വരുന്നു പറഞ്ഞു. ഒരു ആർബറാണ് മുഖ്യമായിട്ടാണ്. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കുറച്ചുണ്ടോ? ഇല്ല, നമ്മളെ തിരിഞ്ഞൊക്കെ ഇതിപ്പോ ഈ നിൽക്കുന്ന സ്ഥലത്തിന് ഹാർബറാണ്. ഇതെന്താ സാധനം? ലാൻഡിംഗ് ആണ്. ഇതിപ്പോ വന്നിട്ട് പറയായോ? ഇവിടെ കടുത്ത ഹാർബർ എവിടെ ഉള്ളത്? അവിടെ പോയി ആശ്രയിച്ചു. വാമനി അബ്ദുറഹ്മാൻ ഒരു വികസനം മാറ്റം വേണം. അതിനുവേണ്ടി കുഴപ്പമില്ല, പൊതുവായിട്ട് ഇങ്ങനെ ലെവലായിട്ട് പോകുന്നുണ്ട് എല്ലാവരും. ആര് ഭരിച്ചാൽ നമുക്ക് വികസനം വേണം, അതാണ് നമുക്ക് വേണ്ടത്. കേരളത്തിൽ ആര് വന്നതായിരിക്കും? കേരളത്തിൽ ആര് വന്നു കഴിഞ്ഞാൽ വികസനം വേണം, അത്ര അത്രേ ഉള്ളൂ.
ആര് വന്ന് ഭരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, നമുക്ക് വികസനം വേണം. പിന്നെ മന്ത്രിസഭയിൽ വികസനം ഉണ്ടോ? മന്ത്രിസഭയിൽ വികസനം വികസനം ഉണ്ടായിരുന്നു. 5 വർഷം വികസനം ഉണ്ടായിരുന്നു. പിന്നെ 5 വർഷം ആകെ നശിപ്പിച്ച്. ഇനിയിപ്പോ മാറണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് നമുക്ക് വേണ്ടത്. മാറി വരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. മാറി വരണം, അല്ലെങ്കിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം. ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ 5 കൊല്ലം വെച്ച പോലെ വേണ്ട, അതിന്റെ മുന്നത്തെ 5 വർഷം ഓക്കെ സൂപ്പറാണ്. മാറ്റങ്ങളായിട്ട് തിരൂറാ, തിരൂർ കുറുക്കോളി ജയിക്കും. കുറുക്കോളി നല്ല വികസനമല്ലേ, നല്ല നേതാവല്ലേ. എത്ര വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടാവും? ഏകദേശം ഒരു 10 അതിൻ്റെ മേലെ വരും. തവനൂർ പിന്നെ പറയണ്ട, പി എസ് ജോയിന്. ജലീൽ ഇവിടെ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല, വികസനമല്ല, ഒന്ന് വന്നു നോക്കിയിട്ടില്ല. ഇവിടെ ജനങ്ങളിടയിലും വന്നിട്ടില്ല, നമ്മളെ നാട്ടിലും വന്നിട്ടില്ല. 5 കൊല്ലയാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരു വികസനമില്ല. മന്ത്രി നമ്മൾ ഇടയ്ക്കൊക്കെ വന്നിരിക്കണം കല്യാണത്തിനൊക്കെ. ഇവിടെ റോഡില്ല, വെള്ളമില്ല, വെളിച്ചമില്ല. ഇവിടെയൊക്കെ കുടിവെള്ളത്തിന് വലിയ ക്ഷാമമാണ്. കേരളത്തിൽ UDF വരും. ഏകദേശം 100 സീറ്റിലത് അത് വരും. തിരൂരിന്റെ കാര്യത്തിൽ തവനൂർ, തിരൂർ, പൊന്നാനി, താന്നൂർ ഒന്നും ഒരു സംശയമില്ല. 16 സീറ്റ് നേടും. 16 നേടും, ഉറപ്പാണ്. തിരൂരിൽ തന്നെയായാലും കുറുക്കോളി ജയിക്കാനാണ് സാധ്യത. നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഇവിടെ നിലവിൽ മന്ത്രിയായിട്ടുള്ള ആളാണ്. ഈ 5 വർഷം കൊണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് എടുത്തു പറയത്തക്ക രീതിയിലുള്ളൊരു പ്രൊജക്റ്റും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടെ തവനൂർ മത്സരിക്കുന്നത് ജലീൽ. അതിന് മുന്നേ 5 വർഷം നമ്മുടെ ഇവിടെ മന്ത്രിയായിട്ടുള്ള ആളാണ്. ഏകദേശം 10 വർഷം ഉള്ള 2 മന്ത്രിമാരാണ് ജലീലും അബ്ദുറഹ്മാനും. പക്ഷേ നമ്മുടെ മലപ്പുറം ജില്ല, പ്രത്യേകിച്ച് മലബാർ സൈഡിലൊന്നും എടുത്തു പറയത്തക്ക ഒരു പ്രൊജക്റ്റ് ഇവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇത്തവണ UDF വരും, ഇവിടെ ജോയി ജയിക്കും, അവിടെ അതിന് സംശയമൊന്നുമില്ല. തവനൂർ എത്ര ഭൂരിപക്ഷം ഉണ്ടോ? ഏകദേശം തവനൂര് ഒരു 5000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് ജയിക്കുന്നതാണ് പ്രതീക്ഷ. തിരൂരൊരു 10,000 അല്ല 10,000 കൂടി ജയിക്കില്ലേ? 10,000-ന് മുകളിൽ, 10,000 കുറയില്ല. ഏറ്റവും കുറഞ്ഞതാണ് ഉറപ്പാണ്. ഷുവർ ജയിക്കും. കുറുക്കോളി 100%. കുറുക്കോളി ജയിക്കാൻ പറയുന്നത് കാരണം എന്താ? നല്ല മനുഷ്യനാണ്, നല്ല വികസനങ്ങളൊക്കെ നല്ല. പിന്നെ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പേടിച്ചിട്ട് ഇവിടെ മത്സരിക്കുകയാണ്. ഇവിടുത്തെ ഭൂരിപക്ഷം കുറഞ്ഞാൽ അത്തരം മുമ്പേക്ക് ഇതാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഇതിന് വന്നതാണ്. കേരളത്തിൽ ആര് പറഞ്ഞത്? UDF 100%. തിരൂരിൽ എന്തായാലും കുറുക്കോളി ജയിക്കും. 100% ഉറപ്പാണ്, ഒരു മാറ്റില്ല. തിരൂരിൽ അത് ഇപ്പോൾ കുറുക്കോളിക്കാണ് സാധ്യത. കുറുക്കോളി പറയാൻ കാരണം എന്ന് വെച്ചാൽ മുന്നത്തെ MLA അല്ല, 5 കൊല്ലത്തെ മുന്നത്തെ MLA ആണ്. പ്രതിപക്ഷത്തായതുകൊണ്ട് പോലും അത്യാവശ്യം തിരൂർ അത്യാവശ്യം വികസനം കൊണ്ടുവരാൻ അയാൾക്ക് പറ്റി. പിന്നെ അതുമാത്രമല്ല, അയാളെ തായ്മയായ ആ ഒരു ജീവിതശൈലി, അതാണ് മനുഷ്യന്മാർക്ക് ഏറ്റവും വലുത്. ഒരു പൈസ ഇല്ല സാധാരണക്കാരനൊക്കെ വേണ്ടിയിട്ട് എപ്പോൾ വിളിച്ചാലും എന്ത് ചെയ്താലും ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ എടുക്കണ ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ, അത് മുസ്ലിം ലീഗിലെ ഈ കുറുക്കോളി മദീന. അദ്ദേഹം ഈ പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ, കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിയും അതിലും കൂടുതൽ ഭൂരിപക്ഷത്തിൽ, പമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഈ പ്രാവശ്യം ജയിക്കും. ഒരു 10,000-ന് മേലെ ഭൂരിപക്ഷത്തിൽ ഏകദേശം ഈ പ്രാവശ്യം കുറുക്കോളി മദീന ജയിക്കും ഇൻഷാ അല്ലാഹ്. തിരൂരിൽ ആര് ജയിക്കും? പിന്നെ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ജയിക്കുന്ന പറയാൻ. താന്നൂർ എന്തായിരുന്നു ആ മാറ്റം എന്തായാലും തിരൂരും കൊണ്ട് ശ്രമിക്കൂല അയാൾ. ആ മാറ്റം എത്ര കുഗ്രാമന്മാർക്ക് എടുക്കായിരുന്നു ഇത്രയും കാലം. ഇപ്പോൾ അവിടുത്തെ ഡെവലപ്പ് തിരൂരിനെക്കാട്ടും ഡെവലപ്പ് അവിടെയാണ്. അതെന്ത് സംശയമാണ്, കുറുക്കോളി മൊയ്തീൻ സാഹിബ് ജയിക്കും. 12,000-ൽ മേലെ വോട്ട് വരും. അതിന് കാരണങ്ങളുണ്ട്. കഴിഞ്ഞ 7,980 വോട്ടിന് ജയിച്ചതല്ല ഇപ്പോഴത്തെ അവസ്ഥ. വോട്ടിംഗ് പാറ്റേൺ വളരെ മുന്നിലാണ്. ഈ വാർഡടക്കം 2 പ്രാവശ്യം CPM ജയിച്ച വാർഡാണ് ഇപ്പോൾ തിരിച്ചു പിടിച്ച് ഞാൻ മെമ്പറായിട്ട്. അതിൽ വരെ വോട്ട് ജാസ്തിയാണ്. അത് പ്രകാരം എങ്ങനെയായാലും 12,000-ൽ മേലോട്ട് പോകും കുറുക്കോളി ഭൂരിപക്ഷം തീർച്ചയായും. പിന്നെ പൊള്ളയായ കാര്യങ്ങൾ നമ്മുടെ യേശൂല. അബ്ദുറഹ്മാൻ്റെ കാര്യം എന്താണ്? ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? കളിക്കളം ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്താ അവിടെ ചെയ്തിട്ടുള്ളത്? നമ്മളെ വാക്കാട് ആസ്പത്രി CHC ഹോസ്പിറ്റൽ കണ്ടാൽ പോരെ? എന്തിനാണ് അധികം മെഡിക്കൽ കോളേജിൽ നിന്ന് വരെ ഇങ്ങോട്ട് ആളുകളെ കൊണ്ടുവരുന്നത്? അത് കുറുക്കോളിന് മുമ്പേ ഇരുന്ന MLA മമ്മൂട്ടി ശ്രമഫലമായിട്ട് ഉണ്ടാക്കിയതാണ്. കേരളത്തിൽ UDF വരും.
തൊണ്ണൂറ്റഞ്ചിൽ മേലായിട്ട് വരും. അതൊക്കെ പലരും പല അഭിപ്രായമല്ലേ പറയണത്, പല ചാനലോ അങ്ങനെയല്ലേ പറയണത്. സീറ്റിൽ മേലെ വരും. വളരെ വലിയ പാറ്റേണാണ് കുറുക്കോളി ജയിക്കാൻ പോണത്. നമുക്ക് പറയാനുള്ളത് തിരൂർ കുറുക്കോളി മൊയ്തീൻ പറയാന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എല്ലാവരും മൂപ്പർക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, നല്ലൊരു വ്യക്തിയാണ്. എത്ര വോട്ടിന് ഭൂരിപക്ഷം? അതിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കൊടുക്കും. അബ്ദുറഹ്മാന്റെ കാര്യങ്ങൾ നമ്മുടെ യേശുലാണ്. അബ്ദുറഹ്മാൻ പക്ഷെ ആണത്തുള്ളൊരു വ്യക്തിയാണ്, പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അങ്ങനെ ഒരു ഇതുണ്ട്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതുകൊണ്ട് തോൽവി ഉണ്ടാവുന്നതാണ്. തോൽവി ഉണ്ടാവും പറഞ്ഞല്ല, ആണത്തം കാണിച്ച് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണം എന്നുള്ളത്. പക്ഷെ KT ചിഹ്നം അങ്ങനെയല്ല, ആണത്തല്ല. 15 വർഷത്തോളമായി ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ധൈര്യം പോരാ. അബ്ദുറഹ്മാൻ എന്തായാലും ആ ഒരു ധൈര്യം കാണിച്ചു. താങ്ക് യു. തവനൂര് ജോയി ജയിക്കും എന്നാണ് നമ്മളെ അഭിപ്രായം. എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? അതിപ്പം വോട്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് പറയാം എത്ര. കുറുക്കോളി വരും, 100% വരും. കാതൂർന്ന് വന്നതെന്താ പേടിച്ചിട്ട് വന്നാണ്. സൂപ്പർ ഭരണം അല്ല, കഴിഞ്ഞ 5 വർഷം നല്ല ഉഷാറായിരുന്നു. അത് ഒരിക്കലും ഉണ്ടാവില്ല. അബ്ദുറഹ്മാൻ്റെ നോക്കണ്ട, അവരുടെ കണ്ട പൈസ അവൻ വരില്ല. അവിടെ പേടിച്ചോടി ഈ ഒരു കൊടുക്കുന്ന കുറുക്കോളിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? നല്ല വികസനമാണ് തിരുവനന്തപുരത്തിൽ. അബ്ദുറഹ്മാൻ വന്നാൽ ഉണ്ടാവില്ല. 5 വർഷം കുറുക്കോളി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അബ്ദുറഹ്മാൻ സാധ്യതയുണ്ടോ? സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല, പക്ഷേ ഭൂരിപക്ഷം കുറയാൻ സാധ്യത. കുറുക്കോളിക്ക് ഭൂരിപക്ഷം കുറയാൻ സാധ്യത. കേരളത്തിൽ ആര് വരണം ആഗ്രഹിക്കുന്നു? UDF വരണം. UDFൻ്റെ ഭരണം പിന്നെ നല്ലതായിരുന്നു അല്ല, ഇത് 10 വർഷം മുന്നേ UDFൻ്റെ ഭരണം നല്ലതായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നല്ല ഭരണമായിരുന്നു. ആ ഭരണം തുടർന്ന് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 10 വർഷം ഭരിച്ചതിൽ 5 വർഷം നല്ല ഭരണമായിരുന്നു LDFൻ്റെ. ആദ്യത്തെ 5 വർഷം നല്ല ഭരണമായിരുന്നു LDFൻ്റെ 10 വർഷം. കഴിഞ്ഞ 5 വർഷമാണ് ബാക്കിലോട്ട് പോയത്. കേരളത്തിൽ മാറ്റം ആഗ്രഹിക്കും. ഞാൻ പിന്നെ വേറെ പറഞ്ഞ 5 കൊല്ലം മുമ്പത്തെ 5 കൊല്ലം നല്ല ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് അതിൻ്റെ ബാക്കി തന്നെ ഒക്കെ കഴിഞ്ഞ് പിന്നീടൊക്കെ കഴിഞ്ഞപ്പോഴാണ് വികസനത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ടിപ്പോൾ തന്നെ പ്രധാനമായ ന്യൂനപക്ഷങ്ങൾ ശരിക്കും റോഡിലിറങ്ങി മനുഷ്യർ ശുദ്ധമായി സംബന്ധിക്കുക. ന്യൂനപക്ഷങ്ങൾക്ക് കണ്ടെത്തുന്നത് ഇവിടെ ആര് വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? നിലവിലെ ജില്ലയുടെ വികസനം എങ്ങനെയുണ്ട്? വികസനം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഭരിക്കുന്ന ഗവൺമെൻറ് LDF ഗവൺമെൻറ്റാണ്. അവർ കൊടുത്താൽ കാര്യമായിട്ട് ചെയ്യാൻ പറ്റും. ഫുട്ബോൾ മേഖലയിൽ രാഷ്ട്രീയ ഞാൻ ബിസിനസ് ആയിട്ടുള്ളതാണ്. ഇതുവരെ കഴിഞ്ഞിട്ട് പരമാവധി ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയുന്ന ഭരണകക്ഷിയിലുള്ള MLA ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്തായാലും അവർ തള്ളിക്കല്ലേ. പക്ഷെ അതിനുപരിയായി അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ജനങ്ങളെ പറ്റി നല്ല സൗഹാർദ്ദം. കുറുക്കോളി ഇത്ര താല്പര്യം കാണിച്ച കാരണം എന്താ? കുറുക്കോളിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം.
പൊതുവെ ഇടതുപക്ഷത്തിൻ്റെ ആളുകളെല്ലാം പറയുന്നത് കുറുക്കോളി കല്യാണങ്ങൾക്ക് പോയി, അതുപോലെ മറ്റുള്ള പരിപാടികൾക്ക് പോയി. ഈ കല്യാണത്തിന് വിളിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ കല്യാണത്തിനും പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ആളൊരു ജനകീയനാവട്ടെ എന്ന ജനകീയനായിട്ടുള്ള കുറുക്കോളിനെയാണ് ഇനി വരാൻ പോകുന്ന 5 വർഷത്തിലും ഇവിടെ ഭരിക്കേണ്ടത്. തിരൂർ മണ്ഡലം ഭരിക്കേണ്ടത് വികസന കാര്യങ്ങളെ കുറിപ്പണി തീർച്ചയായിട്ടും ഈ 5 വർഷം തിരൂരിൽ കുറിപ്പണിക്ക് സാധ്യത ഉണ്ടോ? സാധ്യതയുണ്ട്. പിന്നെ അതിരമഞ്ഞ സാധ്യത കുറവാണ്. സാധ്യത നമ്മളതിൽ കുറവാണ്. കുറുക്കോളി വരാനാണ് നമ്മൾ വീട്ടുകാർക്ക് കുറുക്കോളി വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ അതൊക്കെ താന്നൂരിൽ നടക്കുള്ളൂ. ഇവിടെ എങ്ങനെ നടക്കുക? അയ്യേ, ഇവിടുത്തെ ജനങ്ങളല്ല, അവിടുത്തെ മാതിരിയുള്ള ജനങ്ങളല്ലല്ലോ ഇവിടെ ഉള്ളത്. അത് ചെറിയ മുണ്ടും പൊൻമുണ്ടാവും വിലക്കെടുത്തതല്ലേ. അതേമാതിരി വട്ടം പഞ്ചായത്തിൽ നടക്കൂല. 100%. അതായത് പാർലമെന്റ് ഇലക്ഷനിൽ 10 ശാസനിൽ E.T. മുഹമ്മദ് ബഷീറിനെത്തി അന്നും പ്രചാരണത്തിൽ പറഞ്ഞെന്താണെന്നറിയോ? മറിച്ചിട്ടിട്ട് 50,000 കൂടുതൽ അവൻ പിടിക്കുന്നതാണ് പറഞ്ഞത്. ലാസ്റ്റ് 25,000 വോട്ടിനാണ് ഇന്ത്യ ആ പ്രാവശ്യം ജയിച്ചത്. അപ്പോൾ അത് മറിച്ചിടാൻ അവർക്ക് പറ്റിയിട്ടില്ലല്ലോ. പിന്നല്ലാതെ തള്ളിൻ്റെ ആളല്ലോ തന്നെ. പണം ചെലവാക്കിയിട്ടല്ല വോട്ട് പിടിക്കുന്നത്. ജനാധിപത്യത്തിലൂടെ വോട്ട് പിടിക്കും. പണം പൈസക്കാർക്കുള്ളതാണ്, പാവപ്പെട്ടവർക്കുള്ളതല്ല. പണം ചെലവാക്കിയിട്ട് വോട്ട് പിടിക്കേണ്ട ആവശ്യമില്ല. ജനാധിപത്യത്തിൽ കൂടെ വോട്ട് പിടിക്കുക. ഈ താന്നൂര് 2 പ്രാവശ്യം ജയിച്ചതും പണം ചെലവാക്കിയിട്ടാണ്. പണം ചെലവാക്കാതെ ജനാധിപത്യത്തിൽ കൂടെ വോട്ട് പിടിക്കും. ഇവിടെ ഒരു ഇല്ല, ഇവിടെ ഒന്നും കൊടുക്കില്ല. അവൻ്റെ പണത്തിന് ഒരു വിലയും കൊടുക്കില്ല. അവൻ്റെ പണം ഉണ്ടാകും, അവനെ പെരുവ വീട്ട് വെച്ചാൽ മതി. തിരൂർ നിയോജക മണ്ഡലത്തിൽ താന്നൂരിന് പോകുന്നത്, താന്നൂരിലെ തൂവൽ തീരമുണ്ടല്ലോ, ആ തീരത്തിൽ നിന്ന് 22 ആൾ മരണപ്പെട്ടു. അവർക്ക് ഒരു പൈസ പോലും കിട്ടിയില്ല. ഇൻഷൂറിനോ മറ്റു കാര്യങ്ങളോ സർക്കാരിൻ്റെ ഒന്നും കിട്ടിയില്ല. അതങ്ങനെ പോയി. അവിടെ ഒരു കൂനമ്പാലുണ്ട്. അത് അദ്ദേഹം 10 കൊല്ലം മുമ്പ് നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞ് ഞാൻ പൊളിച്ച് പണിയെടുക്കും. ആ പാടൊന്നും പണിയെടുത്തില്ല. ആർപ്പാർ വന്നത് UDF സർക്കാർ ഉമ്മൻചാണ്ടിയുള്ള സമയത്ത് പാസ്സാക്കിയതാണ്. ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ ഇപ്പോൾ അത് മുന്നിട്ട് പണി തീർത്തിട്ടില്ല. 4ാമത്തെ ഒരു കാര്യം, ഇവിടെ മാമൻ നിൽക്കുകയാണ്, ഇവിടെ പിടിച്ചെടുക്കാൻ നന്നിട്ട് നിൽക്കുകയാണ്. പക്ഷേ തിരൂർ മേഖലയിൽ ഈ ജില്ലാ ആസ്പത്രിൻ്റെ മുമ്പിൽ